വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ശ്രീമതി മിൻസി മാർട്ടിൻ, അതുപോലെ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയ ഈ യോഗത്തിൽ ഒരു അനുമോദനം നൽകുന്നതിന് വേണ്ടി ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ പൊന്നുമോൾ അഫ്സാന ഫാത്തിമ ഷെരീഫ്, അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട മാതാപിതാക്കൾ, വിദ്യാർത്ഥികൾ, പ്രിയപ്പെട്ടവരെ, ഏറ്റവും സന്തോഷകരമായ ഒരു സുദിനത്തിലാണ് ശാസ്താംപാറ ഗവൺമെന്റ് LP സ്കൂളിൽ ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. നമുക്കറിയാം, എൻ്റെ ഒരു പൂർവ്വ വിദ്യാലയമാണെങ്കിൽ പോലും ഏറെ നീണ്ട നമ്മുടെ PTA പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഏറെ കാലത്ത് പ്രയത്നത്തിന് ശേഷമാണ് ഈ പ്രാവശ്യമാണെങ്കിലും ഒത്തിരിയധികം കുട്ടികൾ എഴുതിയെങ്കിലും നിസ്സാര മാർക്കുകളുടെ കുറവുകൊണ്ട് നമുക്ക് അവാർഡ് കിട്ടാതെ പോയി. മുഖ്യമന്ത്രിയുടെ പേരിലുള്ള CM സ്കോളർഷിപ്പ് എന്നത് നമുക്കറിയാം സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ ഭൗതിക രംഗത്ത് നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം സ്കോളർഷിപ്പുകളൊക്കെ നമ്മൾ സംഘടിപ്പിക്കുന്നത്. നമ്മുടെ ഓരോ കുട്ടികൾക്കും പഠന നിലവാരത്തോടൊപ്പം പലതരത്തിലുള്ള കഴിവുകളും പ്രാപ്തികളും ഉണ്ടാവും. കലാരംഗത്ത് കഴിവുള്ള കുട്ടികളുണ്ടാവും, കായിക രംഗത്ത് കഴിവുള്ള കുട്ടികളുണ്ടാവും. അതുപോലെ പഠന നിലവാരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഭൗതികമായ നമ്മുടെ സാഹചര്യങ്ങളൊക്കെ കണ്ടു വളർന്ന് അതിനെക്കുറിച്ച് പഠിക്കാനും, അല്ലെങ്കിൽ നമ്മുടെ കൃഷി രീതികളെ കുറിച്ച് പഠിക്കാനും, നമ്മുടെ മറ്റു സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ പഠിച്ച് കഴിവ് തെളിയിപ്പിക്കുമ്പോൾ അവർക്ക് സർക്കാർ നൽകുന്ന ഒരു പ്രചോദനമാണ്. അതായത് തുടർന്ന് അവരുടെ ജീവിത നിലവാരത്തിലേക്കും അവരുടെ വിദ്യാഭ്യാസത്തിലേക്കും ഇപ്പോൾ ഈ കിട്ടുന്ന ഒരു അവാർഡ് അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിലേക്കുള്ള തുടക്കം മാത്രമാണ്, അവർക്ക് പ്രചോദനം മാത്രമാണ്. അതോടൊപ്പം തന്നെ ഈ കൂടിയിരിക്കുന്ന മറ്റു കുട്ടികൾക്ക് എന്നോടൊപ്പം പഠിച്ചൊരു കുട്ടികൾ അവാർഡ് കിട്ടുമ്പം അടുത്ത വർഷം എനിക്കും കൂടി അവാർഡ് കരസ്ഥമാക്കണം എന്നുള്ള ഒരു പ്രചോദനത്തിന് കൂടി വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഇത്തരം അവാർഡുകൾ കരസ്ഥമാക്കുക. തീർച്ചയായിട്ടും ഞാൻ സുദീർഘമായ പ്രസംഗത്തിലേക്ക് പോകുന്നില്ല, കാരണം എല്ലാവർക്കും തിരക്കുള്ള സമയമാണ്. തീർച്ചയായിട്ടും ജലവട്ടി ഗ്രാമപഞ്ചായത്തിന്റെ പേരിലുള്ള പ്രത്യേക അഭിനന്ദനം അഫ്സാന ഫാത്തിമയ്ക്ക് അറിയിക്കുകയാണ്. കാരണം ആ കുട്ടിയുടെ ഒരു അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പരിശ്രമം ഉണ്ടെങ്കിൽ പോലും ഒരു അവാർഡ് കരസ്ഥമാക്കാൻ ആ കുട്ടിക്ക് രാപകലില്ലാതെ കഷ്ടപ്പെട്ടാൽ മാത്രമേ ഒരു അവാർഡ് കിട്ടുകയുള്ളൂ. അങ്ങനെ ഒരു പണിയെടുക്കാതെ ചുമ്മാ കിട്ടാനാണെങ്കിൽ മുഴുവൻ പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അവാർഡ് കിട്ടണം. ആ കുട്ടിക്ക് മാത്രം അവാർഡ് കിട്ടിയത് ആ കുട്ടി കൂടുതൽ പരിശ്രമിച്ചു, മറ്റുള്ളവർ പരിശ്രമിച്ചില്ല എന്നല്ല, എല്ലാ കുട്ടികളും പരിശ്രമിച്ചു. അതിനേക്കാൾ കൂടി കുറച്ചും കൂടി അധ്വാനം ചെയ്തപ്പോൾ തീർച്ചയായും അധ്വാനത്തിനുള്ള ലാഭം പകരം ചിലപ്പോൾ ഉറപ്പുവഴിയൊക്കെ ആയിരിക്കും ആ കുട്ടി പഠിച്ചത്. അല്ലെങ്കിൽ ഇവിടുന്ന് സ്കൂൾ വിട്ടുപോയിട്ട് മറ്റുള്ള കുട്ടികൾ കളിക്കാൻ പോകുന്ന സമയത്ത് ആ കുട്ടി ഇല്ലെങ്കിൽ അവാർഡ് മേടിക്കണം, അല്ലെങ്കിൽ ഈ പരീക്ഷ പാസ്സാകണം എന്നുള്ള താല്പര്യത്തോടു കൂടി പ്രത്യേകം സമയം കണ്ടെത്തിയ പഠിച്ചിട്ടുണ്ടാവും. അത്തരം പരിശ്രമം നടത്തുമ്പോഴാണ് നമുക്കൊരു വിജയത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. നമ്മൾ പരിശ്രമിക്കാതെ ഒരിക്കലും ഒരു വിജയത്തിലെത്താൻ കഴിയില്ല. ആ കുട്ടിയുടെ പരിശ്രമത്തിന് ദൈവം നമ്മുടെ അർഹമായ പ്രതിഫലം നൽകി എന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ. ഈ അവാർഡ് കരസ്ഥമാക്കിയ ആ കുട്ടിയെയും അതിന് അവാർഡിന് കരസ്ഥമാക്കുന്നതിന് വേണ്ടി ഞാൻ പറഞ്ഞില്ല, കുട്ടിയുടെ പരിശ്രമം കൊണ്ട് മാത്രം നടക്കില്ല. ഇവിടുത്തെ PTA പരിശ്രമം ഉണ്ടാകണം, ടീച്ചർമാരുടെ അധ്യാപകരുടെ പരിശ്രമം ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ആ വീട്ടിലെ രക്ഷിതാക്കളുടെ പരിശ്രമം എല്ലാവരും കൂട്ടി ഒത്തൊരുമിച്ച് ചേരുമ്പോഴാണ് ഒരു ഉന്നത നിലവാരത്തിൽ ഒരാൾക്ക് എത്തിച്ചേരാൻ കഴിയുള്ളൂ. ഇതിനെല്ലാം പരിശ്രമിച്ച എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകൾ അർപ്പിക്കുന്നു. ഇടവെട്ടി പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിന് വേണ്ടിയുള്ള എല്ലാ അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് ഇനിയും ഉന്നതങ്ങളിലേക്ക് ചെല്ലുമ്പോൾ, ഇനിയും ഉയർന്ന ക്ലാസ്സുകളിലേക്ക് ചെല്ലുമ്പോൾ എല്ലാ മേഖലകളിലും മത്സരാർത്ഥിയായിട്ട് ആ കുട്ടി പങ്കെടുക്കുവാനും ഉന്നതമായ വിജയം കരസ്ഥമാക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചു നടത്തുന്നു. നന്ദി, നമസ്കാരം. യോഗത്തിന്റെ ഏറ്റവും ബഹുമാനീയനായ അധ്യക്ഷൻ നമ്മുടെ PTA പ്രസിഡന്റ് പ്രകാശ് തലവൻ, നമ്മുടെ ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും ബഹുമാനീയനായ പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് അമീർ, നമ്മുടെ സ്കൂളിന്റെ പ്രഥമാധ്യാപിക ജിജി ടീച്ചർ, നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ മുഖ്യ അതിഥി അഫ്സാന ഫാത്തിമ, ഇവിടെ മറ്റ് ഈ സ്കൂളിലെ പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട എക്സിക്യൂട്ടീവ് അംഗങ്ങള്, മാതാപിതാക്കളെ, അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, വളരെയധികം സന്തോഷമുണ്ട്. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 53 വർഷങ്ങൾക്ക് ഇടയിൽ ആദ്യമായാണ് ഇങ്ങനെ ഒരു അവാർഡ് ഒരു കുട്ടി കരസ്ഥമാക്കുന്നത്. നമുക്കറിയാം, തൊട്ടടുത്ത സ്കൂളുകളിലൊക്കെ 1, 2, 3 കുട്ടികൾക്കൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും നമ്മുടെ ഈ സ്കൂളിൽ ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടുന്നത്. അപ്പം ഒത്തിരിയധികം സന്തോഷമുണ്ട്. നമുക്കറിയാം, ഒരു കുട്ടി ആ കുട്ടിയുടെ മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ പൂർണ്ണ കഴിവോ ഒന്നുമല്ല അവളെ ഈ വിജയിയായി അർഹതയാക്കിയത്. കാരണം ഇവിടുത്തെ പ്രിയപ്പെട്ട അധ്യാപകരുടെ, ഞാനും ഒരു അധ്യാപിക ആയതുകൊണ്ട് എനിക്കറിയാം, LSSന്റെ സമയത്തൊക്കെ അധ്യാപകര് അവര് അതുപോലെ ശ്രമിച്ചാണ് ആ കുട്ടികളെ പരീക്ഷ എഴുതുന്നത്. നമുക്കറിയാം, ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട 10 കുട്ടികൾ എഴുതി, എങ്കിലും നമ്മുടെ ഒരു കുട്ടിക്കാണ് നമുക്കിങ്ങനെ കിട്ടാൻ സാധിച്ചത്. അപ്പം മറ്റാർക്കും കുറവല്ല, 1 മാർക്കല്ല 2 മാർക്കിനായിരിക്കും അവർക്ക് പോയത്. അപ്പം ഈ അധ്യാപകർക്ക്
അധ്യാപകർ ഈ കുട്ടീനെ നല്ല രീതിയിൽ ഒരുക്കി. അതുപോലെ തന്നെ അവരുടെ മാതാപിതാക്കൾ, നമുക്കറിയാം ഒരു കുട്ടി സ്കൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവളെ എല്ലാ മാതാപിതാക്കന്മാർ പഠിപ്പിക്കട്ടെ, അല്ലെ മാതാപിതാക്കന്മാർ പറയും എല്ലാം അധ്യാപകർ പഠിപ്പിക്കട്ടെ എന്നും പറഞ്ഞ് നമ്മൾ വീട്ടിലിരുന്നാലൊന്നും നമ്മുടെ കുട്ടികൾ വളർന്നു വരികയല്ല. നമ്മുടെ മാതാപിതാക്കൾ കുട്ടികൾ വരുമ്പോൾ അവർക്ക് വേണ്ടത്ര ശ്രദ്ധയും കാര്യങ്ങളും കൊടുത്ത് പഠനത്തിലും എല്ലാ കാര്യങ്ങളിലും അവരുടെ സപ്പോർട്ടായി നിന്നാൽ മാത്രമാണ് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവിടുത്തെ അധ്യാപകരും അവരുടെ മാതാപിതാക്കളും ചെയ്ത സപ്പോർട്ട് 100% ആ കുഞ്ഞ് അത് അവർക്ക് ഈ അവാർഡിന് അർഹയാക്കി. കാരണം അവളുടെ ഒരു കഠിന പ്രയത്നവും ഇതിൻ്റെ അകത്തുണ്ട്. അപ്പം എല്ലാവരുടെയും സപ്പോർട്ടും അവളുടെ കഠിന പ്രയത്നവും കൊണ്ടാണ് ഇങ്ങനെ ഒരു അവാർഡ് അവൾക്ക് നേടുവാൻ സാധിച്ചത്. വളരെയധികം സന്തോഷമുണ്ട്. ഈ വാർഡിൻ്റെ മെമ്പർ എന്ന നിലയിൽ പ്രസിഡന്റ് പറഞ്ഞതുപോലെ പഞ്ചായത്തിന് തന്നെ ഒരു അഭിമാനമാണ്. നമ്മുടെ ഒരു 2 ഗവൺമെന്റ് സ്കൂളിൽ തൊടുപുഴയുണ്ടോ പ്രസിഡന്റ്? കിട്ടിയോ? ഇല്ലെന്ന് തോന്നുന്നു, അറിയില്ല. എന്നാണേലും ഒരു വാർഡ് മെമ്പർ എന്ന നിലയിലും ഒന്നുമല്ല, നമുക്ക് ഒരു കൊച്ചിനെ കിട്ടുമ്പോൾ ഒരു പദവിയല്ല, നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എനിക്ക് മോളോട് പറയാനുള്ളത്, ഇനി മോള് വേറെ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ എപ്പോഴും കൊച്ചിൻ്റെ അധ്യാപകരോടുള്ള സ്നേഹം ഒരിക്കലും മറക്കരുത്. അതുപോലെ തന്നെ നമ്മൾ ഏത് മതസ്ഥരായിക്കോട്ടെ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്കും നല്ലൊരു സ്ഥാനം കൊടുക്കണം തുടങ്ങി. കാരണം നമുക്ക് കഴിവോ ഒന്നും ഉണ്ടായിട്ടില്ല, നമുക്ക് ആരോഗ്യം ഇത് പഠിക്കാനുള്ള ഒരു ദൈവാനുഗ്രഹം കൂടെ നമുക്ക് വേണം. അപ്പം കൊച്ചിൻ്റെ ജീവിതത്തിൽ അധ്യാപകരും മാതാപിതാക്കളും അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനയ്ക്കും എല്ലാം മുൻതൂക്കം കൊടുത്തുകൊണ്ട് കുഞ്ഞ് USSഉം അതുപോലെ NNMS ഒക്കെ ഉണ്ട്. നമ്മുടെ ഈ അടുത്തൊരു നമ്മുടെ ഈ കലാനിക്ക് പഠിക്കുന്ന കൊച്ചിന് NNMS കിട്ടിയിട്ടുണ്ട്. അതും ആ സ്കൂളിലെ ഒരു ചരിത്ര സംഭവമാണ്. എൻ്റെ കൊച്ചിന് 2 മാർക്കിനാണ് NNMS കിട്ടിയെന്ന് പോയത്. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ നേട്ടങ്ങൾ പോയതുകൊണ്ട് നല്ലൊരു മിടുക്കി മോളായിട്ട് നാടിനും സമൂഹത്തിനും കുടുംബത്തിനും എല്ലാം ഒരു ഐശ്വര്യമുള്ള നല്ല കുഞ്ഞായി മോള് വളരുവാൻ ജഗദീശ്വരനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആദരണീയനായ ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് അമീർ, ആരോഗ്യ വിദ്യാഭ്യാസ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ബിൻസിമാൻ അവർ, പ്രിയപ്പെട്ട PTA പ്രസിഡന്റ്, നമ്മുടെ സ്കൂളിന്റെ ചരിത്രം തിരുത്തിയെഴുതിയ പ്രിയപ്പെട്ട അഫ്സാന ഫാത്തിമ, പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, നമ്മുടെ സ്കൂളിന്റെ ചരിത്രത്തിലെ 52 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ അഫ്സാന LSS, ഈ വർഷം വരെ LSS എന്നറിയപ്പെട്ടിരുന്ന CM കിഡ്സ് സ്കോളർഷിപ്പ് പരീക്ഷ, പാറ്റേണിലും പരീക്ഷാ രീതികളിലും ഒക്കെ വളരെയധികം മാറ്റങ്ങൾ വന്ന ഒരു പരീക്ഷയായിരുന്നു. നമ്മുടെ ക്ലാസ്സിലെ 10 കുട്ടികളാണ് എൻ്റെ ക്ലാസ്സിൽ 4ാം ക്ലാസ്സിലുണ്ടായിരുന്നത്. അതിൽ 9 പേരുടെ പേരാണ് നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്തത്. ഒരാൾക്ക് അസുഖം വന്നതുകൊണ്ട്, കണ്ണിന് സുഖമില്ലാതെ വന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ് വിഹാരി. അതുപോലെ പരീക്ഷ എഴുതാൻ ആ കുട്ടിക്ക് കഴിഞ്ഞു. വളരെ ചെറിയ മാർക്കിന് നമുക്ക് സ്കോളർഷിപ്പ് നഷ്ടമായവരുണ്ട്. പക്ഷെ നമുക്ക് പരീക്ഷ എഴുതുമ്പോൾ പല ദിവസങ്ങളിലും വല്ലാതെ വഴക്ക് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഞാൻ അവർക്കൊരു വാക്ക് കൊടുത്തിരുന്നു, നിങ്ങൾ 9 പേരും ജയിച്ചാലും എല്ലാവർക്കും 5000 രൂപ വീതം സമ്മാനം തരും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവരോട് ഇങ്ങനെ ചോദിക്കും, നിങ്ങൾ നന്നായി ശ്രമിക്കുകയാണെങ്കിൽ ടീച്ചറിൻ്റെ ഒറ്റ പൈസ പോലും പോകുകയില്ല, നിങ്ങൾ അതിനാണോ ശ്രമിക്കുക, വേണമെങ്കിൽ എല്ലാവരും കൂടി അങ്ങനെ തീരുമാനിച്ചോളൂ, എന്നാൽ ടീച്ചർക്ക് ഒറ്റ പൈസ പോലും പോകത്തില്ലല്ലോ. അപ്പം അങ്ങനെ പറയുമായിരുന്നു. എങ്കിലും പറഞ്ഞ വാക്ക് പാലിക്കേണ്ടിയിരിക്കുന്നു എനിക്ക്. കാരണം നമ്മുടെ സ്കൂളിന് അഭിമാനമായി മാറിയുണ്ട്. അവളോട് ഞാൻ എൻ്റെ ക്ലാസ്സിൽ എല്ലാവരോടും പറയുമായിരുന്നു, ഈ പരീക്ഷ എന്നത് നമ്മൾ 10ാം ക്ലാസ്സിൽ എങ്ങനെയാണോ ഫുൾ A+ കിട്ടുക, അതിനേക്കാളേറെ അഭിമാനം നിങ്ങൾക്ക് നൽകുന്ന ഒരു പരീക്ഷയാണ് ആ വിജയം എന്ന് പറയുന്നത്. ഇപ്പം അവസാനിക്കാൻ തോന്നണ്ട ഇല്ലേ? കാരണം എല്ലാവരും അന്വേഷിക്കുകയും അല്ലെങ്കിൽ അടുത്ത ദിവസം അവിടെ ആദരിക്കുന്നു, MLA വരുന്ന ചടങ്ങിൽ നടയത്ത് വെച്ച് ആദരവ് കിട്ടുന്നു. അടുത്ത സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ LSS കിട്ടിയ കുട്ടിയാണ് എന്നത് നമുക്ക് പ്രത്യേകം അതൊരു പ്രിവിലേജ് ആണ്. ഇതൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ഈ പരീക്ഷയിൽ അപ്പോൾ കുറച്ചുകൂടി നമുക്കിപ്പോൾ ഇത് കൂടെ ഉണ്ടായിരുന്നവർക്ക് കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് തോന്നിയിട്ടുണ്ടാവും ഇത് കുറച്ചുകൂടി നമുക്കൊക്കെ ശ്രമിക്കാമായിരുന്നു. കാരണം ഇതാണ് ഓരോ പരീക്ഷകളും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ആ അഭിമാനത്തെക്കുറിച്ച്. അപ്പോൾ ഇത് ക്ലാസ് ടീച്ചർ എന്ന നിലയിൽ എൻ്റെ ക്ലാസ്സിൽ ഒരു വർഷം ഇരുന്ന കുട്ടി, അപ്പോൾ തീർച്ചയായും അവളോട് ഞാൻ പറഞ്ഞൊരു വാക്ക് അതാണിത്. തീർച്ചയായും വളരെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഇനിയും ജീവിതത്തിലെ ആദ്യത്തെ പൊതുപരീക്ഷയാണ് അവിടെ എഴുതിയത്. ഇനിയും ധാരാളം പരീക്ഷകൾ പങ്കെടുക്കാൻ, മികച്ച വിജയം നേടാൻ, ഈ നമ്മുടെ നാടിൻ്റെ പേര് അഫ്സാനയിലൂടെ നമ്മുടെ സ്കൂളിലൂടെ ഈ നാട് മുഴുവൻ അറിയപ്പെടണം. അതിന് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
ഈ ക്യാഷ് അവാർഡ് അവൾക്ക് നൽകുകയാണ്. 5001 രൂപ. അധ്യാപകർക്കും ഉള്ളത് നിനക്ക് മാത്രമുള്ളതല്ല, ഇതിന് പൂർണ്ണ സമർപ്പണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മെച്ചം ഉൾപ്പെടെ ഉള്ള അധ്യാപകർക്കും അതിന്റെ രക്ഷകർത്താക്കൾക്കും ഇത് സമർപ്പിക്കുക. അതുകൊണ്ട് നീ ഇനിയും അവാർഡുകൾ കിട്ടും. ആദ്യത്തെ കിട്ടിയ അവാർഡ് രക്ഷകർത്താക്കൾക്കും മാതാപിതാക്കൾക്കുമായിട്ട് നീ സമർപ്പിക്കും.